പ്രിയപ്പെട്ടവരെ, ഇവിടെ നാം മനസ്സിലാക്കുക, പള്ളിയുടെ ചാരത്തിരുന്നുകൊണ്ട് മുഹീദ്ദീൻ മാലയുടെ വരികൾ വായിച്ചുകൊണ്ട് ഉസ്താദന്മാര് പാടുന്ന ഒരു വരിയുണ്ട്. ബാബാ മോദൂഗീന്ന് കുത്തുബായി വന്നോവ ബാനം മദേളിയിലും കേളി മികച്ചോവ എന്ന് പറഞ്ഞാൽ ചിലർക്കൊക്കെ അത് വിശ്വസിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഡോക്ടർ തഥാഗതയെ പോലെ നാം ഉദ്ദേശിക്കുന്ന കോലത്തിൽ നാം ഉദ്ദേശിക്കുന്ന രീതിയിൽ ഭൗതികതയിൽ തെറ്റുകളെ ഉണ്ടാക്കിയെടുക്കാം എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ആളുണ്ട്. പക്ഷേ നമ്മുടെ ഇടയിൽ തന്നെ കാണുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടോ? വിദ്യമാലയിലെ ആ വരികളൊക്കെ അങ്ങനെ വിശ്വസിക്കാൻ സാധിക്കുമോ? ബീജതുള്ളിയായിരിക്കുമ്പോ ബാബാ മോദൂഗീന്ന് കുത്തുബായി വന്നോവ ബാനം മദേളിയിലും കേളി മികച്ചോവ. വാപ്പയുടെ ബീജത്തുള്ളിയായിരുന്നപ്പോൾ തന്നെ മഹാനായ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ മഹാനായ കുത്തുബായിരുന്നു. പക്ഷേ ഇങ്ങനെ ജനിക്കും, ഇങ്ങനെ മഹാന്മാർ ജനിക്കും. ആ ചർച്ച നമുക്കൊന്ന് തുടങ്ങി നോക്കാം. എങ്ങനെയാണ് ആ വാപ്പയ്ക്ക് ഇത്തരത്തിലുള്ള സ്വാലിഹായ ജനിച്ചത്? അതിന് വ്യക്തമായ നിർണായകമായ കുറെ ഘട്ടങ്ങളിൽ സൂക്ഷ്മത പാലിച്ച മാതാപിതാക്കൾക്ക് സ്വാലിഹായ മക്കൾ ജനിക്കുമെന്നത് ഇസ്ലാമിക അടിസ്ഥാനത്തിൽ നമുക്ക് തെളിയിക്കാൻ സാധിക്കും. ശാസ്ത്രീയപരമായി ഭൗതികതയിൽ നാം ഉദ്ദേശിക്കുന്ന സ്വഭാവത്തിൽ ഒരു കുട്ടിയെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾ കണ്ടു. എങ്കിൽ ആത്മീയതയിൽ സൂക്ഷ്മത പാലിച്ചാൽ, നമ്മുടെ മാതാപിതാക്കൾ സൂക്ഷ്മത പാലിച്ചാൽ സ്വാലിഹായ കുട്ടി ഉണ്ടാകുമെന്നത് വലിയ യാഥാർത്ഥ്യമാണ്. അല്ലാതെ ദിക്റിന്റെ വലിയ മജ്‌ലിസുകൾ സംഘടിപ്പിക്കപ്പെടുമ്പോ അവിടേക്ക് ദ്വാരപ്പിക്കാൻ കുറിപ്പ് കൊടുത്തുവിടല. ഉസ്താദേ, മോൻ വഴിപിഴച്ചു പോയി, മോന് വേണ്ടി ദ്വാരക്കണേ, അവർക്ക് നന്നാമത് ദ്വാരക്കണേ. ഉമ്മ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, പാപ്പ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, മഹാന്മാര് ദ്വാരെന്നാൽ അതിന് ഉത്തരം കിട്ടുക തന്നെ ചെയ്യും. പക്ഷേ ഇത്തരത്തിലുള്ള കുറിപ്പ് കൊടുക്കേണ്ട ഗതികേട് ഉണ്ടാക്കി വെക്കുന്നത് നാം തന്നെയാണ്, നമ്മുടെ ചില പ്രവൃത്തികളാണ് എന്ന യാഥാർത്ഥ്യം ഇവിടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ശാസ്ത്രീയമായി തെളിയിക്കാം. നിങ്ങൾ അടുത്തത് കാണാൻ പോകുന്നത് നാം കഴിക്കുന്ന ഫുഡിനും ബ്ലഡിനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നതാ. അതെ, നാം കഴിക്കുന്ന ഫുഡ് ഒരു സ്വാലിഹായ കുട്ടി രൂപപ്പെടുന്നതിന് നിർണായകമായ സ്വാധീനമാകുന്നുണ്ട്. ആരാ കൊതിക്കാത്ത ഒരു സ്വാലിഹായ കുട്ടി ജനിക്കണമെന്ന്, ഖബറിൽ ഉപകരിക്കുന്ന കുട്ടി ജനിക്കണമെന്ന് കൊതിക്കാത്ത മാതാപിതാക്കളാരാ? പക്ഷെ നാം ഒന്ന് നമ്മുടെ ജീവിതത്തിന്റെ സ്റ്റൈലൊന്ന് മാറ്റിയെടുക്കാൻ തയ്യാറായാൽ നമുക്ക് നല്ല സ്വാലിഹായ കുട്ടികൾ ജനിക്കുമെന്നത് യാഥാർത്ഥ്യമാണ്. അതെ, പ്രിയപ്പെട്ടവരെ, 90% നാം അത്തരത്തിലുള്ള ഒരു ജീവിതത്തെ തയ്യാറാക്കിയെടുക്കുകയാണെങ്കിൽ ബാക്കി അല്ലാഹുവിന്റെ വിധിവിലക്ക. പ്രിയപ്പെട്ടവരെ, നമുക്ക് ചെയ്യാൻ പറ്റിയ കുറെ കടമ്പകൾ അതിനെ നമുക്കൊന്ന് ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാം. അതെ, നാം കഴിക്കുന്ന ഭക്ഷണം ഇന്ന് സയൻസ് പറയുന്നു, നാം ഒരു ഭക്ഷണം കഴിച്ചു, നാം മധുരമുള്ള ഒരു ഭക്ഷണം കഴിച്ചു. ഈ മധുരത്തിന്റെ അളവ്, നാം എത്രത്തോളം മധുരം കഴിച്ചിട്ടുണ്ട് എന്നതിന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം മധുരം ചെന്നിട്ടുണ്ട്, നാം കഴിച്ച ഭക്ഷണത്തിലെ മധുരത്തിന്റെ എത്രത്തോളം ശതമാനം ശരീരത്തിലേക്ക് ചെന്നിട്ടുണ്ട് എന്നറിയണമെങ്കിൽ ആ ഭക്ഷണം കഴിച്ച് 2 മണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ ബ്ലഡ് ഒന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നാം കഴിച്ച ആ ഫുഡിന്റെ ഷുഗറിന്റെ അളവ് പറയാൻ സാധിക്കുമെന്ന് സയൻസ് പറയുന്നു. അപ്പോൾ അവിടെയാണ് നമ്മുടെ ചർച്ച തുടങ്ങേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഭക്ഷണം ഒരു സ്വാലിഹായ കുട്ടിയെ രൂപപ്പെടുത്തിയെടുക്കാൻ നിർണായകമായ സ്വാധീനമാകുന്നുണ്ട്. ഒരു മഹാനെ രൂപപ്പെടുത്തിയെടുക്കാൻ നിർണായകമായ സ്വാധീനമാകുന്നുണ്ട്. അത് ഞാൻ ഇസ്ലാമിക ചരിത്രത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എവിടെ നിന്നാണ് ചരിത്രം? ഒരു മഹാൻ അതാ ഒരു ചാരത്തിരിക്കുകയാണ്. മഹാനവറുകൾ അലിവിയുടെ ചാരത്ത് അല്ലാഹുവിന് ആരാധന കൊണ്ടിരിക്കുമ്പോ മഹാനവറുകളെ വിശപ്പ് വല്ലാതെ പിടിച്ചു കുലുക്കുന്നുണ്ട്. ഈ സമയത്താണ് ആ അരുവിയിലൂടെ ഒരു റുമ്മാൻ പഴം ഒഴുകിപ്പോകുന്നത്. മഹാനവറുകൾ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ആ റുമ്മാൻ പഴം എടുത്തു തിന്നുകയാണ്. ഇന്ന് കഴിയുമ്പോഴാണ് ആലോചിക്കുന്നത്, ഇത് പൊരുത്തമില്ലാതെ, ഇതിന്റെ മുതലാളിയുടെ അറിവില്ലാതെ ഏതോ തോട്ടത്തിലോ ഏതോ മരത്തിലോ പിടിച്ച റുമ്മാൻ പഴമാണല്ലോ, അതിനൊരു മുതലാളി ഉണ്ടാകാമല്ലോ. ആ റുമ്മാൻ പഴം ഈ അരുവിയിലൂടെ കടന്നു പോയപ്പോ ഞാൻ ആ മുതലാളിയുടെ പൊരുത്തമില്ലാതെയാണല്ലോ ഞാനിത് ഭക്ഷിച്ചിട്ടുള്ളത്. അല്ലാഹുവിന്റെ അതിഭയാനകരമായ നരകം വരാനുണ്ടല്ലോ എന്ന പേടിയും കൊണ്ട് മഹാനവറുകൾ ആ അരുവിയുടെ ചുവട്ടിലൂടെ നടക്കുകയാണ്. നടന്ന് മഹാനവറുകൾ പോകുമ്പോ അവസാനം മഹാനവറുകൾ കാണുകയാണ് ഒരു മരം ഒരു അരുവിയിലേക്ക് ഇങ്ങനെ ചാഞ്ഞു നിൽക്കുന്ന കാഴ്ച കാണുകയാണ്. മഹാനവറുകൾ മനസ്സിലായി, അതെ ഇതിൽ നിന്നാണ് ഈ പഴം വീണിട്ടുള്ളത്. മഹാനവറുകൾ അതിന്റെ മുതലാളിയുടെ ചാരത്തേക്ക് ചെല്ലുകയാണ്.
ചെന്നിട്ട് പറഞ്ഞു അതേ എന്റെ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ഞാൻ ആ ഉമ്മാൻപഴം എടുത്തു നിന്നിട്ടുണ്ട്, നിങ്ങൾ എനിക്കൊന്ന് പൊരുത്തപ്പെട്ടു തരുമോ? നിങ്ങൾക്കറിയാം ചരിത്രം വിശാലമാണ്. അങ്ങനെ പ്രിയപ്പെട്ടവരെ ആ ഒരു ഉമ്മാൻപഴത്തിന് വേണ്ടി പറഞ്ഞ കാലയളവ് അവിടെ ജോലി ചെയ്യുകയാണ്. അവസാനം ആ തോട്ടത്തിന്റെ മുതലാളി പറയുകയാണ്, നിങ്ങൾക്ക് അവസാനം ഈ കാലയളവ് മുഴുവനും പൂർത്തീകരിച്ചതിന് ശേഷം വീണ്ടും വരികയാണ്, എനിക്ക് ഇനിയെങ്കിലും ഒന്ന് പൊരുത്തപ്പെട്ടു തരുമോ? ആ സമയത്ത് പറയുന്നു, നിനക്ക് ഞാൻ പൊരുത്തപ്പെട്ടു തരാം. എന്താ ഒരൊറ്റ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താ? എനിക്കൊരു മകളുണ്ട്, ആ മകളെ നീ വിവാഹം കഴിക്കണം. ആ മകളുടെ പ്രത്യേകത എന്താ? അവൾക്ക് കണ്ണില്ല, കാതില്ല, അവൾക്ക് ചെവിയില്ല, അവൾക്ക് കാലില്ല, കൈയില്ല. അങ്ങനെയുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടിയെ നീ വിവാഹം കഴിക്കണം. ഈ സമയത്ത് ഒരു പരീക്ഷണമാണ്. മഹാനവറുകൾ പറഞ്ഞ അല്ലാഹുവിന്റെ കോടതിയെ കുറിച്ച് ചിന്തിച്ച് പേടിച്ച മഹാൻ അവിടുന്ന് പറയുകയാണ്, ഞാൻ വിവാഹം കഴിക്കാം. അവസാനം പ്രിയപ്പെട്ടവരെ അതേ എല്ലാ സുഖങ്ങളും അനുഭവിക്കേണ്ട ആ അതിരാത്രിയിലേക്ക് റൂമിലേക്ക് കയറി ചെല്ലുമ്പോ മഹാനവറുകൾ കാണുന്നതാ അതീവ സുന്ദരിയായ ഒരു പെൺകുട്ടിയിരിക്കുന്നതാണ്. ആ മനുഷ്യനെ മുതലാളിയുടെ ചാരത്തേക്ക് ചെന്നിട്ട് പറയുന്നു, അതേ നിങ്ങൾ പറഞ്ഞ കോലത്തിലുള്ള മകളാ റൂമിലില്ല. അതേ ആ മകൾക്ക് കണ്ണുണ്ട്, ആ മകൾക്ക് ചെവിയുണ്ട്, ആ മകൾക്ക് കാലുണ്ട്. നിങ്ങൾ പറഞ്ഞ മകളാ റൂമിലില്ലല്ലോ. ആ സമയത്ത് ശബ്ദം ശ്രദ്ധിക്കുന്ന ഉമ്മമാരെ നിങ്ങൾ മനസ്സിലാക്കുക. അവിടുന്ന് മറുപടി പറയുകയാണ്, ഞാൻ കളവ് പറഞ്ഞിട്ടില്ല. എന്റെ മകൾക്ക് എന്റെ മകൾക്ക് കണ്ണില്ലെന്ന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അവൾക്ക് ഹറാമ് കാണുന്ന കണ്ണില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. അതേ അവൾക്ക് കാലില്ലെന്ന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അവൾക്ക് ഹറാമിലേക്ക് നടക്കുന്ന കാലില്ലെന്നാണ്. പ്രിയപ്പെട്ട പെങ്ങളെ, നാം ഇന്ന് ഫേസ്ബുക്കിലൂടെ പുതിയതായ അക്കൗണ്ടുകൾ തുടങ്ങിയിട്ട് അന്യ പുരുഷനുമായിട്ട് ഹറാമായ കോലത്തിൽ സംവദിക്കുകയാണ്. അങ്ങനെയുള്ള ജീവിതത്തില് നമുക്ക് സ്വാലിഹായ കുട്ടികൾ ജനിക്കുമെന്ന് നാം കരുതിയോ? അതേ അല്ലാഹുവെന്ന നിഅമത്ത് കൊണ്ട് ആക്റ്റീവായി ഓടി നടന്നിട്ട് അതേ പ്രിയപ്പെട്ട പെണ്ണന്മാരെ പോളിസി എടുപ്പിക്കാൻ നടക്കുകയാണ്. അല്ലാഹു വിലക്കിയ പലിശയുമായി നടക്കുകയാണ്. അതേപോലെ നാം വളരെ നിസ്സാരമായി കാണുന്ന നമ്മുടെ വീടിന്റെ ചാരത്ത് അയൽവക്കത്ത് നിന്ന് ചാഞ്ഞു നിൽക്കുന്ന മാങ്ങയും പുളിയുമൊക്കെ എടുത്ത് നമ്മുടെ കറിയിലിടുമ്പോ നമുക്ക് സ്വാലിഹായ മക്കൾ ജനിക്കുമോ? പ്രിയപ്പെട്ട ഉമ്മമാര് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലമാണ്. പ്രിയപ്പെട്ട വാപ്പമാരെ, നമ്മുടെ ഭക്ഷണം അത് ഹലാലാണ്, അല്ലാതെ നമുക്ക് സ്വാലിഹായ കുട്ടി ജനിക്കുകയില്ല. അപ്പൊ ഈ മഹാൻ പറയുകയാണ്, ഇത്തരത്തിലൊരു മകളാണ് എന്റെ മകൾ. അവള് ഹറാമിലേക്ക് പോകുന്ന ഒരു ഹറാമ് കാണുന്ന കണ്ണവക്കില്ല, അതേ ഹറാമ് ആസ്വദിക്കുന്ന ചെവിയവക്കില്ല. അങ്ങനെ പറയുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ ആ ദാമ്പത്തിക വല്ലരിയിൽ പൊലിഞ്ഞ കൂത്തലഞ്ഞ കുസുമമാണ് അതേ മഹാനായ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു ലത്തി തബ്തീർനോ. നിങ്ങൾ നോക്കൂ, ഹബീബായ മുഹമ്മദ് മുസ്തഫ ഉച്ചത്തിലെ സ്വലാത്ത് ചൊല്ലിക്കോ, നബി മുഹമ്മദ് മുസ്തഫ മക്കീനോ മകാൻ തുമാരേ ലിയേ ചുനീനോ ചുനാ തുമാരേ ലിയേ ബനെ ദോ തുമാരേ ലിയേ. ഈ ലോകത്തുള്ള ഏത് വലിയ ബിഗ് ബാങ് തിയറികൾ, ഈ ലോകത്ത് കടന്നു വന്നിട്ടുള്ള ഏത് ആറ്റം തിയറികൾ, ഈ ലോകത്ത് വെച്ചിട്ടുള്ള ഏത് മണ്ടരികൾ, അതൊക്കെയും ആർക്ക് വേണ്ടിയാണ് നബിയെ സൃഷ്ടിച്ചത്? അത് അങ്ങക്ക് വേണ്ടി മാത്രമാണ്. തുമാരേ അങ്ങക്ക് വേണ്ടി മാത്രമാണ്. ഇവിടെയുള്ള കിളികളെ സൃഷ്ടിച്ചത്, ഇവിടെയുള്ള സസ്യങ്ങളെ സൃഷ്ടിച്ചത്, ഇവിടെയുള്ള പർവ്വതങ്ങളെ സൃഷ്ടിച്ചത്, അതാർക്ക് വേണ്ടിയാണ് നബിയെ? അത് അങ്ങക്ക് വേണ്ടി മാത്രമാണ്.